പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിനെ ഒന്ന് കല്യാണം കഴിച്ചു വിടണം. എൻ്റെ വൈഫിന് വേറെ ആരുമില്ലല്ലോ. അപ്പം അവർക്ക് ജീവിക്കാനുള്ള എന്തൊരു മാർഗം ഉണ്ടാക്കി വെച്ചേച്ച് എൻ്റെ മോളെയും കെട്ടിച്ചിട്ട് ഒന്ന് വരാറുന്നല്ലോ എന്നൊരു ചിന്താഗതി. ഇപ്പം കാലൻ മുന്നിൽ വന്നു വിചാരിക്കാം, നമ്മൾ തിരിഞ്ഞു നോക്കാന്ന് വിചാരിക്കാം. ജാഫർ ഇടുക്കി പോരെ, സമയമായി. അപ്പൊ ജാഫർ ഇടുക്കിക്ക് തോന്നുകയാണ് ഒരു കാര്യം കൂടെ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ ആലോചിച്ചായിരുന്നു ഞാൻ ചെയ്യാന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു കാര്യം എന്തായിരിക്കും? ഇതും കൂടെ എനിക്കൊന്ന്. അല്ലാതെ അത്രേ ഉള്ളൂ. ഏതേത്? പ്രായപൂർത്തിയായ ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിനെ ഒന്ന് കല്യാണം കഴിച്ചു വിടണം. എൻ്റെ വൈഫിന് വേറെ ആരുമില്ലല്ലോ. അപ്പം അവർക്ക് ജീവിക്കാനുള്ള എന്തൊരു മാർഗം ഉണ്ടാക്കി വെച്ചേച്ച് എൻ്റെ മോളെയും കെട്ടിച്ചിട്ട് ഒന്ന് വരാറുന്നല്ലോ എന്നൊരു ചിന്താഗതി. റിക്വസ്റ്റ് ചോദിക്കണ്ടല്ലോ പടത്തിലെ ഉണ്ടല്ലോ. പടത്തിൽ അത് മാത്രമല്ലല്ലോ, അപ്പഴത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അല്ല മരിച്ചു പോലും. ഞാൻ എങ്ങനെ മരിച്ചേ? ഞാൻ മരിച്ചിട്ടില്ല, മരിക്കൂല. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എങ്ങനെ അങ്ങനെ ഒരു സാധനത്തിലേക്ക് കയറും? അങ്ങനെ കയറും. ഞാൻ മരിച്ചിട്ടില്ല. ഞാൻ എൻ്റെ പെങ്കടിക്കും. ഞാൻ കൂലിപ്പണി എടുക്കുന്ന സാറേ. ഞാൻ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന. എനിക്കൊരു മോളുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. ഞാൻ മരിക്കാറ്. ഞാൻ എങ്ങനെ മരിച്ചേ? ഞാൻ എങ്ങനെ സാറേ മരിച്ചേ? ഞാൻ സാറേന്ന് അയാളെ പ്രൊണൗൺസിയേഷൻ ചെയ്യണേ. ഞാൻ സാറേന്നായി കാലിനെ വിളിക്കണേ. ഇയാള് പൊട്ടു. ഇയാൾ പിടിക്കല. ഇയാളെങ്ങനെ പിടിക്കും? ഈ ദുരിതം കണ്ടിട്ട് അയാൾ പിടിക്കൂല. അയാൾക്ക് അറിയണം. രാത്രി കാലിന് ഞാനും ഒരു സംഭവം ഒപ്പിക്കും. ആ ഒപ്പിയിൽ ഇവര് സൂപ്പർ സ്റ്റാർ ആണ്. അല്ലെങ്കിൽ കണ്ണാടിയുടെ കണ്ണീര് അഭിനയിക്കുമായിരുന്നില്ല, ജീവിക്കുമായിരുന്നു. അങ്ങനെ ആയി സിനിമ. നമ്മള് 70കളിലേക്ക് സഞ്ചരിക്കാൻ പോവാണ്. ഞാൻ ഉണ്ടായ സമയം. പക്ഷേ ഈ 70കൾ 80കളിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ജാഫർ ഇടുക്കി. അങ്ങനെ വേണം സങ്കല്പിക്കാൻ. അതനുസരിച്ച് വേണം ഉത്തരങ്ങൾ തരാൻ. സൂപ്പർ സ്റ്റാർ മതി. ഇങ്ങനെ തുടങ്ങാണ് നമ്മള്. ഓക്കെ, ജാഫർ ഇടുക്കി പോരാ. ഒരു സൂപ്പർ സ്റ്റാർ സരോജ് കുമാർ ഒക്കെ പോലെ നമുക്കൊരു വലിയൊരു നമുക്കൊരു പേര് വേണം. എന്നാ പേര്? ജബ്ബാർ. എന്റെ ഒറിജിനൽ പേര് ജബ്ബാറാ. നിങ്ങൾ മാറിയിട്ടാണ് ജാഫർ ഇടുക്കി എന്ന് വന്നിരിക്കുന്നത്. ആ ജബ്ബാറിന്റെ കഥയുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം വേണം. അപ്പൊ സൂപ്പർ സ്റ്റാർ ജബ്ബാർ ഇടുക്കി. ജബ്ബാർ ഇടുക്കി. ഇനി കംപ്ലീറ്റ് ആക്ടർ, മെഗാ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, അതിൽ നിന്നൊരു ടൈറ്റിൽ തിരഞ്ഞെടുക്കണം. അത് പാവം ജബ്ബാർ ഇടുക്കി. ഒരു പാവം ജബ്ബാർ ഇടുക്കി അവതരിപ്പിക്കുന്ന സിംഗിൾ ഡാൻസ്. ഇനി അന്നത്തെ കാറുകളാണ്. നമ്മൾ ആ കാർ മേടിക്കാൻ നേരത്തെ സൂപ്പർ സ്റ്റാറിന്റെ കാറാണ്. ഒരു പവർ വേണേ വരുമ്പോ ഏത് കാറായിരിക്കും? അന്നത്തെ അംബാസഡർ ആണ്. ഇല്ല. ഇന്നസെന്റ് ചേട്ടനും മോഹൻലാലും കൂടെ ഒരു പടത്തിൽ പറയല്ലേ കോണ്ടസ എന്ന് പറയുന്നത്. അതല്ല, ഇവിടെ ഒന്നും ഇല്ല കോണ്ടസ. അംബാസഡർ ആർക്കും വലിയ മുതലാളിമാർക്കൊക്കെ ഉള്ളൂ. അതിൽ അംബാസഡർ 2 തരമുണ്ട്. സാധാ അംബാസഡർ, BMC അംബാസഡർ ഉണ്ട്. അതിനകത്ത് BMC അംബാസഡർ. സൂപ്പർ സ്റ്റാർ ജബ്ബാർ ഇടുക്കി നായികയെ കാസ്റ്റ് ചെയ്യുവാണ്. അന്നത്തെ തിളങ്ങുന്ന ഒരു നായിക ആയിരിക്കണം ശാരദ ചേച്ചി. ഇനി സൂപ്പർ സ്റ്റാർ ആയിട്ട് കത്തി നിൽക്കുവാണെ സ്വന്തം ബ്രാൻഡ് തുടങ്ങുവാണ്. അതെന്താവാം? പെർഫ്യൂം ആവാം, ഷൂ ആവാം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്തായിരിക്കും? സ്റ്റാർട്ട് ഏത് ബ്രാൻഡിന്റെ ആയിരിക്കും? കപ്പപ്പുഴുക്കും പോത്തിറച്ചിയും.